വെൽക്കം ടു ജെറാനാസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് അപ്പത്തിനും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും നാനിനും എല്ലാത്തിനും നല്ല ഒരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് മുളക് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാധാരണ മുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കാശ്മീരി ചില്ലി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കളർ കിട്ടും, കൊഴുപ്പും കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇതിപ്പോൾ 7-8 മുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് പറയുന്നത്. 1/4 കപ്പ് മല്ലിയെല്ലാം വളരെ ചെറിയൊരു ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഇത് കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ അതാണ് സ്റ്റേജ്. മല്ലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വറുക്കുമ്പോൾ ഇങ്ങനെ റെഡിയായി വരും. അപ്പോൾ മല്ലിയും വറുത്തെടുക്കുക. ഇനി നമുക്ക് ഇത്രയും മസാല വേണം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഗ്രാമ്പു, പട്ട, കുരുമുളക്, ഏലക്ക ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. ഇതും ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. കാരണം നമ്മൾ ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ പുറമെല്ലാം കരിഞ്ഞു പോവും, അകമൊന്നും റോസ്റ്റ് ആവാതിരിക്കും. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ഇതും നമുക്ക് എല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഈ മുളകിൻ്റെ ഈ ഒരു തണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കാം തണുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തതാണ് തക്കാളിയുടെ, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കുറച്ചെടുത്തിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണ് നമ്മൾ ചതച്ചെടുത്താൽ. അപ്പോൾ ഇതുപോലെ ഒരു കല്ലുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഏതെങ്കിലും ഓയിലിൽ ചെയ്യാം. അപ്പം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ 1 കൂടി ചേർക്കാം. ഇതിപ്പോൾ സാധാരണ ഒരു വലിയ സൈസ് ഉള്ളി ആയതുകൊണ്ട് 2 എണ്ണം എടുത്തു. ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാടൊന്ന് കളറൊന്നും മാറണ്ട, ഒന്ന് പകുതിയൊക്കെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്താണ്. ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് വയ്ക്കുമ്പോൾ ഇതിൻ്റെ തൊലിയിൽ നമുക്കിതിൻ്റെ തക്കാളിയുടെ സ്കിന്നൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ കറിയിലും അങ്ങനെയാണ് ചേർക്കുന്നത്. തക്കാളി ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കൻ തന്നെ എടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് വരികയുള്ളൂ കറിക്ക്. അപ്പോൾ എല്ലോട് കൂടിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് കറിയുടെ ഒരു കട്ടെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് നമുക്ക് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഏകദേശം 10 മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നേരത്തെ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം അതിൽ വെന്ത് ഉടഞ്ഞ് ചേർന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലാണ് നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത്, നല്ല മണമാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി കളറിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ ഒരു മിക്സ് നല്ല ഡ്രൈ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഡ്രൈ ആയി കഴിഞ്ഞ് മസാലയെല്ലാം കഷ്ണത്തിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എത്ര ഗ്രേവിയാണോ ആവശ്യം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അത്രയും ഉള്ളൊരു ഗ്രേവിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ ഗ്രേവി ആവശ്യം അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് വേവിക്കാം. ആ മസാലയെല്ലാം കഷ്ണത്തിൽ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റെങ്കിലും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. സെർവ് ചെയ്യുന്നതിന് മുമ്പ്
ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.